എന്താണ് ഈ വഖഫ്? പലരും എന്നോട് ചോദിച്ചു, എന്താണ് ശരിക്കും ഈ വഖഫ്? എന്റെ പ്രോപ്പർട്ടി അള്ളാഹുവിന് സമർപ്പിച്ചതാണ്, സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ പെട്ടുപോയി. വഖഫ് ഇല്ലാത്ത ധാരാളം ഇസ്ലാമിക രാജ്യങ്ങളുണ്ട്. കടുത്ത ഇസ്ലാമിക രാജ്യങ്ങളിൽ പലതിലും ഈ വഖഫ് നിസ്കാരത്തിനായിട്ട് കൊടുത്ത സ്ഥലം കർണാടകത്തില് ബാംഗ്ലൂർ സിറ്റിയിൽ കിടക്കല്ലേ, അത് മൈസൂർ രാജാവ് കൊടുത്തതാണ് ഈദ് നിസ്കാരത്തിന്. സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇപ്പോൾ വലിയൊരു ആശങ്കയുണ്ട്. വഖഫിന് ഏതു ഭൂമിയും അവകാശം പറയാം എന്നൊരു ആശങ്ക. ഏകദേശം എത്ര ലക്ഷം പ്രോപ്പർട്ടികളുണ്ട്? 9 ലക്ഷത്തിനടുത്ത് പ്രോപ്പർട്ടികൾ വഖഫിൻ്റെതായിട്ടുണ്ട്. വഖഫ് നിയമം കരിനിയമമാണ്. അത് ഇന്ത്യൻ ഭരണഘടന എല്ലാ രീതിയിലും ഗണിക്കുന്നതാണ്. ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രോപ്പർട്ടികളുടെ മേലെ അവകാശത്തെയും ജീവിക്കേണ്ട അവകാശത്തെ ഹരിക്കുന്നതായതുകൊണ്ട് പിൻവലിക്കുന്നു. ക്രോസ് മീഡിയ പൊളിറ്റിക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതുക്കലാണ്. വളരെ പ്രമാദമായിട്ടുള്ള പല കേസുകളിലൊക്കെ ഇടപെട്ടിട്ടുള്ള ജസ്റ്റിൻ പള്ളിവാതുക്കൽ ഇന്ന് നമ്മുടെ കൂടെയുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ കേരളത്തിൽ നടക്കുന്ന വലിയൊരു പ്രക്ഷോഭം, മുനമ്പത്ത് ഒത്തിരി കുടുംബങ്ങൾ ഒഴിപ്പിക്കപ്പെടുമെന്നുള്ളൊരു ഭീതിയൊക്കെ നിലനിൽക്കുന്നൊരു സാഹചര്യം നിലവിലുണ്ട്. അപ്പോൾ വഖഫ് വളരെ കാര്യമായിട്ട് ചർച്ച ചെയ്യുന്നൊരു വിഷയമാണിന്ന്. എന്താണ് ഈ വഖഫ്? പലരും എന്നോട് ചോദിച്ചു, എന്താണ് ശരിക്കും ഈ വഖഫ്? ഈ പദത്തിൻ്റെ ആ കാഠിന്യവും അത് പറഞ്ഞു വരുമ്പോഴുള്ള അർത്ഥമൊന്നും ആർക്കും കൃത്യമായിട്ടങ്ങ് മനസ്സിലാകുന്നില്ല. ശരിക്കും അങ്ങേക്ക് അതൊന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റും? തീർച്ചയായിട്ടും നല്ലൊരു വിഷയമാണ്. ഈ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇലക്ഷൻ ചൂടായിട്ട് പോലും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വാക്കുകളും വിഷയവും വഖഫ് തന്നെയാണ്. വഖഫ് എന്താണ് എന്ന് ഏറ്റവും സിംപ്ലിഫൈ ചെയ്ത് വഖഫ് ആക്റ്റിൽ പറയുന്നത് പ്രകാരം പറയുകയാണെങ്കിൽ, മതപരമോ ചാരിറ്റബിളോ റിലീജിയസോ ആയി ഭക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു വസ്തു, പ്രോപ്പർട്ടി, അത് മൂവബിൾ ആകാം, ഇമ്മൂവബിൾ ആവാം, ചലിക്കുന്നതോ ചലിക്കാത്തതോ ആയ വസ്തു സ്ഥിരമായി സമർപ്പിക്കുന്നതിനെയാണ് വഖഫ് എന്ന് പറയപ്പെടുന്നത്. മതപരമോ ചാരിറ്റബിളോ ഭക്തിപരമോ ആയ ഏതെങ്കിലും കാര്യത്തിന് വേണ്ടി ഒരുവന്റെ ഒരു വസ്തു സ്ഥിരമായി സമർപ്പിക്കണം. അത് പിന്നെ തിരിച്ചെടുക്കില്ല. അതാണ് ആ വാക്കിന്റെ പ്രധാനപ്പെട്ട കാര്യം, സ്ഥിരമായി സമർപ്പിക്കണം. ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം, ഇത് പറഞ്ഞു കഴിയുമ്പോൾ ആദ്യ സംശയം വരും, എന്താണെന്നറിയോ? ആർക്ക് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞില്ല, ആർക്കാണ് സമർപ്പിക്കുന്നത്? അത് വലിയൊരു ചോദ്യമാണ്. അതാരും പറയുന്നില്ല, ആർക്ക് സമർപ്പിക്കുന്നു. അവിടെയാണ് ഇത് പ്രധാനപ്പെട്ട കാര്യം. ഇത് സമർപ്പിക്കുന്ന അള്ളാഹുവിനാണ്. അള്ളാഹുവിന് സമർപ്പിക്കും എന്ന് പറഞ്ഞാൽ ഒരു ലിവിങ് പേഴ്സൺ അല്ല സമർപ്പിക്കുന്നത്, അള്ളാഹുവിന് സമർപ്പിക്കുകയാണ്. അപ്പോൾ ഒരു വ്യക്തി ഞാൻ എൻ്റെ പ്രോപ്പർട്ടി അള്ളാഹുവിന് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ പെട്ടുപോയി. കണ്ടീഷൻ ഒന്നും കൂടാതെ, കണ്ടീഷൻ എന്തെങ്കിലും വെച്ചാൽ അത് പോയി, അത് വഖഫല്ല. കണ്ടീഷൻ വെച്ച് കഴിഞ്ഞാൽ അത് ഒരിക്കലും വഖഫല്ല. അൺകണ്ടീഷണലായിട്ട് അള്ളാഹുവിന് പെർമനന്റ് ആയിട്ട് സമർപ്പിക്കണം. അതാണ് വഖഫ് എന്ന് പറയപ്പെടുന്നത്. അത് സമർപ്പിക്കുന്ന ആളെ വിളിക്കുന്നത് വഖഫീന്ന. ഇത് കൊടുക്കുന്ന ആളെ വിളിക്കുന്ന പേര് വഖഫി. സമർപ്പിക്കുന്ന ആളെ വഖഫി ആണ് വഖഫ് ചെയ്യുന്നത്. ഇതിലൊരു കഥ പറയുന്നുണ്ട്. ഈ മുഹമ്മദിന് ഉമർ ജൂതന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തൊരു തോട്ടം സമർപ്പിച്ചു. അത് ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിനായിട്ട്, ഈ മുസ്ലിങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി, പാവപ്പെട്ടവരെ സഹായിക്കുന്നതിന് വേണ്ടി മുഹമ്മദ് അള്ളാഹുവിന് സമർപ്പിച്ചു. അതിൻ്റെ ഒരു തുടർച്ചയെന്നോണമാണ് ഇന്ന് സംഭവിക്കുന്നതെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ വഖഫ് ചർച്ച ചെയ്യുമ്പോൾ മറ്റെവിടെയെങ്കിലും ഇത്തരത്തിലുള്ളൊരു നിയമനിർമ്മാണം എവിടെയെങ്കിലും നടക്കുന്നതായിട്ടോ ഇന്ന് നിലവിലുള്ളതായിട്ടോ നമുക്കറിയാമോ? മറ്റ് രാജ്യങ്ങളാണോ അതോ ഇസ്ലാമിക രാജ്യങ്ങളിലോ? ചില ഇസ്ലാമിക രാജ്യങ്ങളിൽ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. എന്നാൽ വഖഫ് ഇല്ലാത്ത ധാരാളം ഇസ്ലാമിക രാജ്യങ്ങളുണ്ട്. കടുത്ത ഇസ്ലാമിക രാജ്യങ്ങളിൽ പലതിലും ഈ വഖഫില്ല. അത് പ്രധാനപ്പെട്ട ചില രാജ്യങ്ങൾ തുർക്കി, ലിബിയ, ഈജിപ്ത്, സുഡാൻ, ലെബനോൻ, സിറിയ, ജോർദാൻ, ടുണീഷ്യ, ഇറാഖ്, അതോടൊപ്പം തന്നെ വെസ്റ്റേൺ ആഫ്രിക്കൻ കൺട്രീസ്, അതിലൊരു ഭൂരിപക്ഷം രാജ്യങ്ങളിലും ഇസ്ലാമിക രാജ്യങ്ങളിലും ഈ വഖഫില്ല, വഖഫ് നിയമമില്ല. ഈ വഖഫ് പോലെ തന്നെ
ചില സ്ഥലത്ത് വഖഫായിട്ടല്ല നിയമം കിടക്കുന്നത്. ചില രാജ്യങ്ങളിൽ വഖഫ് പോലത്തെ ചില നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കാം. പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ, ലോകത്തെ ഏറ്റവും വലിയ വഖഫ് പ്രോപ്പർട്ടി ഉള്ളതും ഏറ്റവും കൂടുതൽ വഖഫ് പ്രോപ്പർട്ടി ഉള്ളതും അത് ഒരു നിയമം കൊണ്ട് പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നതുമായ ഒരു രാജ്യം ഇന്ത്യയാണ്. വഖഫിന് എത്ര ലക്ഷം ഏക്കർ സ്ഥലമുണ്ടെന്നാണ് പറയുന്നത്? ഇപ്പോഴത്തെ ഒരു കണക്കനുസരിച്ച് ഇന്ത്യയുടെ ഉള്ളിൽ 1.2 ലക്ഷം കോടി രൂപയിലധികം 1.2 lakh crores വില വരുന്ന 9.4 ലക്ഷം ഏക്കർ, ഈ ശ്രീകൃഷ്ണന്റെ 4 lakh ഏക്കർ സ്ഥലം എന്ന് പറഞ്ഞാൽ 9 ലക്ഷത്തിനടുത്ത് പ്രോപ്പർട്ടികൾ. ഇതില് ഈ ഈദ് നിസ്കാരത്തിനായിട്ട് ഉപയോഗിച്ച സ്ഥലങ്ങളും ഉണ്ട്. ശ്രീകൃഷ്ണന്റെ ജന്മസ്ഥലമായിട്ടൊക്കെ കരുതപ്പെടുന്ന സ്ഥലമൊക്കെ തീർച്ചയായിട്ടും അവകാശപ്പെട്ടു എന്ന് പറയുന്നു. ഈദ് നിസ്കാരത്തിനായിട്ട് കൊടുത്ത സ്ഥലം കർണാടകത്തില് ബാംഗ്ലൂർ സിറ്റിയിൽ കിടക്കല്ലേ, അത് മൈസൂർ രാജാവ് കൊടുത്തതാണ് ഈദ് നിസ്കാരത്തിന്. ഈദ് നിസ്കാരം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് അടക്കാൻ സ്ഥലമില്ല. അവരുടെ ബറിയൽ ഗ്രൗണ്ട് ആയിട്ട് അതിന്റെ ഒരു മൂല കൊടുത്തു. അപ്പൊ ആ ബറിയൽ ഗ്രൗണ്ട് ആയിട്ടൊരു മൂല കൊടുത്തു, നിസ്കരിക്കാൻ ഒരു ഏരിയ കൊടുത്തു, ഒരു ഗ്രൗണ്ട് കൊടുത്തു. ആ ഗ്രൗണ്ട് ഇപ്പോൾ വഖഫ് പ്രോപ്പർട്ടി ആയിട്ട് കേസ് നടത്തി കോടതി അടക്കം അത് വഖഫിൻ്റെതാണെന്ന് പറഞ്ഞു. ഇതൊരു അതിനകത്തൊരു അപകടം എന്താണെന്നറിയും, ഇത് നമുക്കൊരു സൂചനയും കൂടിയാണ്. ഇപ്പൊ നമ്മുടെ ഈ നിർമ്മല കോളേജില്, മൂവാറ്റുപുഴ നിർമ്മല കോളേജിലൊക്കെ നിസ്കാരത്തിന് വേണ്ടി സമരം നടത്തി. ഇവിടെ നമ്മളൊക്കെ അതിനെ ഒരു കപട മതേതരത്വത്തിന്റെ പേരിൽ സോഫ്റ്റ് ആയിട്ട് നമ്മൾ എടുത്തു. പക്ഷെ ആ മാനേജ്മെന്റ് നല്ല സ്ട്രോങ് ആയിട്ട് എടുത്ത് അവിടെ അവസാനിപ്പിച്ചു. എങ്കിലും നമ്മുടെ ഉള്ളിൽ തന്നെ പലരും അതിനെ സോഫ്റ്റ് ആയിട്ട് എടുത്ത് എന്തിനാ ഇങ്ങനെ ഒരു വിരോധം വളർത്തുന്നത്. പക്ഷെ ഇത് തെളിവ് നമ്മുടെ മുമ്പിലുണ്ട്. നിസ്കരിക്കാനായിട്ട്, അതും പെരുന്നാളുകൾക്ക് മാത്രമേ നിസ്കരിക്കാൻ കൊടുക്കുന്നുള്ളൂ, എല്ലാ ജുമയ്ക്കും ഇല്ല. എല്ലാ വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിനും ഈ ഗ്രൗണ്ട് വിട്ടുകൊടുത്തിരുന്നില്ല, ബാംഗ്ലൂരിലെ ആ ഗ്രൗണ്ട്. അത് ഈ അവരുടെ പെരുന്നാളുകളിന് മാത്രം, ഈദ്, ബക്രീദ് ഒക്കെ പോലെയുള്ള, റംസാനൊക്കെ പോലെയുള്ള പെരുന്നാളുകൾക്ക് നിസ്കരിക്കാൻ, വലിയ ആളുകൾക്ക് ക്രൗഡിന് നിസ്കരിക്കാൻ കൊടുത്തു. അവിടെ ഒരു ചോദ്യം വരുന്നുണ്ട്, ഇത് അൺകണ്ടീഷണൽ ആയിട്ട് അവർക്ക് ദാനം ചെയ്തിരുന്നോ? ഇല്ല, അതൊക്കെ അവരുടെ അവകാശത്തിന് മേലെ. അവര് കുറെ നാൾ ഉപയോഗിച്ചു എന്ന അവകാശമുള്ളൂ. അതിൽ പറയുന്ന ഒട്ടകത്തിന് സ്ഥലം കൊടുത്താ, കാല് കൊടുത്താ പിന്നെ ആ പ്രദേശം അവൻ്റെയാന്ന് പറയുന്ന പോലെ, നാളെ നമ്മുടെ സ്കൂളുകൾ, നമ്മുടെ സ്ഥാപനങ്ങൾ, നമ്മുടെ കോമൺ പ്രോപ്പർട്ടികൾ, ഗ്രൗണ്ടുകൾ, ഇതൊക്കെ കൊടുത്തു കഴിയുമ്പോൾ നാളെ ഇതേ ഇഷ്യൂ ആണ് വരുന്നത്. 10 വർഷം 15 വർഷം കഴിയുമ്പോൾ അവർ പറയും ഇത് വഖഫ് പ്രോപ്പർട്ടിയാണ്. കാരണം ഞങ്ങൾ മുസ്ലിമുകളുടെ മതപരവും റിലീജിയസും ചാരിറ്റബിളും ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടിയാണ്, അത് ഇത്ര കാലമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്, അത് ഞങ്ങൾ വഖഫ് ചെയ്താ. അവിടെ നിസ്കരിച്ച ഏതേലും ഒരുത്തിന് ആ സമയത്ത് ഒരു ദുർബോധം തോന്നി പറയാണ് ഞാനത് വഖഫ് ചെയ്തായിരുന്നു. സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇപ്പോൾ വലിയൊരു ആശങ്കയുണ്ട്. വഖഫിന് ഏത് ഭൂമിയും അവകാശം പറയാം എന്നൊരു ആശങ്ക സാധാരണക്കാർക്ക് വന്നു. അതിനകത്തൊരു ആശ്വാസം, ആ ഒരു ക്ലോസിലൊരു ആശ്വാസം നമ്മുടെ അമെൻമെന്റ് വരുന്നുണ്ട്. അമെൻമെന്റിനകത്ത് എനി പ്രോപ്പർട്ടി എന്നുള്ളത് മാറിയിട്ട് ഓണർ ഓഫ് ദി ഓണർഷിപ്പ്, ഹൂ ഈസ് ഹോൾഡിംഗ് ദി ഓണർഷിപ്പ് ഓഫ് ദി പ്രോപ്പർട്ടി എന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഉടമസ്ഥന് മാത്രമേ രേഖാമൂലം ആധാരത്തിലൂടെ വഖഫ് ചെയ്യാൻ പറ്റുള്ളൂ. ഉടമസ്ഥന് മാത്രം. ഇപ്പൊ അമെൻമെന്റിലൂടെ വരാൻ പോകുന്നത് ഉടമസ്ഥന് മാത്രം. ഒരാള് ഉടമസ്ഥാവകാശം കൈയാളുന്ന ഒരു ഭൂമി മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. വലിയൊരു ചർച്ച ഇവിടെ നടക്കുമ്പോൾ കേരളത്തിൽ ഇതിന്റെ നാൾ വഴി എന്താണ്? കേരളത്തില്, ഇന്ത്യയിൽ ഇതിന്റെ ഒരു നാൾ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുകയാണെങ്കിൽ ഈ 13 തൊട്ട് 16 വരെയുള്ള നൂറ്റാണ്ടുകൾ ഇന്ത്യ ഭരിച്ചത് ഡൽഹി സുൽത്താനേറ്റാണ്. അപ്പൊ ആ കാലഘട്ടത്തിനിടയ്ക്ക് ഡൽഹി സുൽത്താനായിരുന്ന സുൽത്താൻ മുയിസുദ്ദീൻ ഗൗർ എന്ന് പറയപ്പെടുന്ന വ്യക്തി, സാം ഗൗർ, അദ്ദേഹം മുൾട്ടാനിലെ ഒരു ഭൂമി ഇങ്ങനെ വഖഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, വഖഫായിട്ട് പ്രഖ്യാപിക്കുകയാണ്. അന്ന് തൊട്ടുള്ള ചരിത്രം ഇന്ത്യയിലുണ്ട്. അത് സ്വാതന്ത്ര്യത്തിനൊക്കെ മുമ്പുള്ള ചരിത്രമാണ്. അതിനുശേഷം 1900 കാലഘട്ടങ്ങളിൽ, 1900 ആദ്യ കാലഘട്ടങ്ങളിൽ ഡൽഹി, നമ്മുടെ ലണ്ടൻ പ്രിവി കൗൺസിലിൽ ഒരു കേസ് വരുന്നുണ്ട് ഇന്ത്യയിലെ വഖഫ് നിയമവുമായിട്ട് ബന്ധപ്പെട്ട്. ആ കേസിൽ പ്രിവി കൗൺസിലിലെ 4 ജഡ്ജിമാരാണ്. ആ 4 ജഡ്ജിമാരും ഐക്യകണ്ഠേന പറഞ്ഞു ഇത് കിരാത നിയമമാണ്, ഇത് മനുഷ്യത്വരഹിതമാണ്, ഇതൊരിക്കലും
നടപ്പിലാക്കപ്പെട്ടുകൂടാത്ത നിയമമാണ് എന്ന് പറഞ്ഞിട്ട് ഈ വഖഫ് നിയമനിർമ്മാണത്തെ കോടതി തള്ളി. പക്ഷെ അന്ന് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഗവൺമെന്റ്, ഇന്ത്യ ഭരിച്ചിരുന്ന ഗവൺമെന്റ് അത് ഇന്ത്യയിൽ നടപ്പിലാക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഇന്ത്യയിൽ ആ നിയമം ആദ്യമായിട്ട് 1913 കടന്നു വരുന്നത്. അത് പിന്നെ 23 അത് എക്സിക്യൂട്ട് ചെയ്ത് ഇവിടെ നിയമമായിട്ട് അങ്ങ് രൂപപ്പെട്ട് കഴിഞ്ഞു. അത് ശരിക്കും 1930 ഇവിടെ അത് നിയമമായിട്ട് 1913 വന്നിട്ടുണ്ട്. അപ്പൊ സ്വാതന്ത്ര്യത്തിന് മുമ്പുണ്ട് ഈ സാധനം. അതിനെ ഒരു നിയമമായിട്ട് തന്നെ മുസൽമാൻ വഖഫ് വാലിഡേറ്റിംഗ് ആക്ട്, മുസൽമാൻ വഖഫ് വാലിഡേറ്റിംഗ് ആക്ട് എന്ന് പറഞ്ഞിട്ടൊരു നിയമം ആണ് നിലവിൽ വരുന്നത്. ആ നിയമം എന്നുവരെയുണ്ട്, സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ 1954 വരെ ആ നിയമമുണ്ട്. അപ്പൊ അതിനിടയിൽ ധാരാളം വസ്തുക്കൾ വഖഫായി വന്നിട്ടുണ്ട്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ ഇന്ത്യയിലുണ്ട്. അതുകൊണ്ട് നമുക്ക് അതിന്റെ ബാക്കി പത്രമായിട്ട് നമ്മുടെ കേരളത്തിലും ചില ഭൂമികളൊക്കെ വഖഫ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അന്നത്തെ കാലത്ത്. കാരണം ആദ്യത്തെ ഖിലാഫത്ത് പ്രസ്ഥാനവും മാപ്പിള ലഹളയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പിടിച്ചെടുക്കലുകൾ നടന്നിട്ടുണ്ട്. അപ്പൊ ടിപ്പുവിന്റെ കാലത്തിന് ശേഷമുള്ള കാലഘട്ടത്തിൽ ധാരാളം പിടിച്ചെടുക്കൽ നടന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് പല വഖഫുകളും ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും തർക്കഭൂമികളായിരുന്നില്ല. അത് തന്നെ അന്ന് പിടിച്ചെടുത്തത് അവരുടെ കൈവശത്തിലേക്ക് വന്ന് അതിനെ ആരും ഒന്ന് ചലഞ്ച് ചെയ്യാനൊന്നും പോയിരുന്നില്ല. പിന്നീട് 1954 നിയമം വന്നു സ്വാതന്ത്ര്യത്തിന് ശേഷം. ഇവിടെ ഒരു വലിയ പ്രശ്നം നിൽക്കുന്നത് എന്താണെന്നറിയാം. ഈ സ്വാതന്ത്ര്യം കിട്ടുന്നതോടുകൂടി ഇന്ത്യയുടെ ഉള്ളിലുള്ള സകല ഭൂമികളുടെ അവകാശം ഇന്ത്യ ഗവൺമെന്റിനാണ് വന്നു ചേരുന്നത്. അപ്പൊ അതിനു മുമ്പ് വഖഫ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും അത് അസാധുവാകണം. കാരണം അന്ന് വരെ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ വിദേശ ഗവൺമെന്റിന്റെ കീഴിൽ നിന്നിരുന്ന അല്ലെങ്കിൽ നാട്ടുരാജ്യങ്ങളുടെ കീഴിൽ നിന്നിരുന്ന ഇന്ത്യയിലെ എല്ലാ പ്രദേശങ്ങളും കൂട്ടിച്ചേർക്കപ്പെട്ട് സ്വാതന്ത്ര്യത്തിലേക്ക് വന്ന് ഇന്ത്യ സ്വാതന്ത്ര്യമായി പ്രത്യേകിച്ച് റിപ്പബ്ലിക് ആകുന്നതിലൂടെ, കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്ന് റിപ്പബ്ലിക് ആകുന്നതിലൂടെ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിച്ചു? ഇന്ത്യയിലെ എൻറ്റയർ ഭൂമി ഉടമസ്ഥാവകാശം ആരിലേക്ക് വന്നു? ഇന്ത്യൻ ഗവൺമെന്റിലേക്ക് വന്നു. അപ്പൊ അങ്ങനെ വരുമ്പോ തന്നെ അതിനു മുമ്പുള്ള പിടിച്ചടക്കലുകള് കാര്യങ്ങള് എല്ലാം ഓട്ടോമാറ്റിക്കലി എന്തായിട്ട് പോകണം? അസാധുവായി മാറണം. അതിനുശേഷം ഒരു പുതിയ നിയമത്തിലേക്ക് വരാൻ പാടില്ല. ഇവിടെ 54 ഒരു നിയമനിർമ്മാണം നടക്കുന്നു. അതിലൂടെ വീണ്ടും ഇവർക്ക് അവകാശങ്ങൾ ലഭിക്കുന്നു, വീണ്ടും നിയമപരമായ സംരക്ഷണം ലഭിക്കുന്നു. അതിനകത്തുള്ള ചില പോരായ്മകളെ, കുറവുകളെ കൂട്ടിച്ചേർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ 95 അതികഠിനമായ നിയമനിർമ്മാണം നടക്കുന്നത്. എന്ന് പറഞ്ഞാൽ 54 ആക്ട് റിപ്പീൽ ചെയ്ത് പിൻവലിച്ചിട്ടാണ് പുതിയ നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവിടെയാണോ കുടി ഇറങ്ങണം, കുടിയേറ്റക്കാരെ കുടി ഇറക്കണം എന്നുള്ള നിലയിലേക്ക് വരുന്നത്? അത് 2013 അതിലെ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് വരുന്നത് 95 വന്നു. 95 അത് എല്ലാ രീതിയിലും ആ അധികാരം അങ്ങോട്ട് സെൻട്രലൈസ് ചെയ്യപ്പെട്ടു. ഈ വഖഫ് ബോർഡിലേക്കും വഖഫ് ട്രിബ്യൂണലിലേക്കും അധികാരങ്ങൾ മുഴുവൻ സെൻട്രലൈസ് ചെയ്യപ്പെട്ടു. അവിടുന്നാണ് സുപ്പീരിയർ പവർ ഇവർക്ക് ലഭിക്കുന്നത്, വഖഫിന് ലഭിക്കുന്നത്. അതിനുശേഷം 2013 അമെൻമെന്റ് അത് ശരിക്കും വളരെ അവിടെയാണ് നമ്മൾ കോൺഗ്രസ് ഗവൺമെന്റിനെ പക്ക പൊളിറ്റിക്കൽ അജണ്ട വ്യക്തമാകുന്നത്. കാരണം അത് ഇന്ത്യയെ എങ്ങനെ ശരിയത്ത് നിയമത്തിന്റെ കീഴിലേക്ക് കൊണ്ടുവരാമെന്ന് പഠിച്ച് അന്ന് പാർലമെന്റിൽ അംഗങ്ങളായിരുന്ന മുഴുവൻ ആളുകൾ ഒന്നിച്ച് കൈപൊക്കി പാസ്സാക്കി എടുത്ത നിയമം 2013 അമെൻമെന്റ്. ആ അമെൻമെന്റ് ആണ് ശരിക്കും പറഞ്ഞ ഇന്ത്യയിലെ മറ്റ് മതവിശ്വാസികളുടെ ഭൂമികളുടെ മേലെ അവകാശവാദം ഡെമോക്രാസിന്റെ വാളായിട്ട് തൂങ്ങി വന്നു. വഖഫ് ഇങ്ങനെ തൂങ്ങി കിടക്കുന്നത്. പക്ഷെ നമ്മള് ഈ മുനമ്പത്തെ പ്രശ്നം വരുന്നതിന് മുമ്പ് ഇതൊരു ഹൈലൈറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. ഇത് വലിയൊരു, നമുക്കറിയാം, കാര്യങ്ങൾ അറിയാമെങ്കിൽ തന്നെയും ഇത് വലിയൊരു ഗൗരവത്തിലേക്കോ വലിയൊരു ചർച്ചയിലേക്കോ വന്നിട്ടില്ല. അതിനെക്കുറിച്ച് എന്ത് പറയുന്നു? അവിടെ നമ്മളെ ചില നിഗൂഢതകൾ കാണേണ്ടതുണ്ട്. കാരണം ഏകദേശം ഇന്ത്യയിൽ ഏകദേശം ഈ നമ്മൾ പറഞ്ഞല്ലോ എത്ര ലക്ഷം പ്രോപ്പർട്ടികളുണ്ട്? 9 ലക്ഷത്തിനടുത്ത് പ്രോപ്പർട്ടികൾ വഖഫിൻ്റെതായിട്ടുണ്ട് ക്ലെയിം ചെയ്യപ്പെട്ടു. 40,000-നടുത്ത് കേസുകൾ നിലവിൽ പെൻഡിങ് ഉണ്ട്. അപ്പോൾ ആ 40,000-ലധികം കേസുകൾ പെൻഡിങ് ഉള്ളപ്പോഴും ഇവിടെ 9 ലക്ഷത്തിനടുത്ത് എന്ന് പറയുമ്പോൾ 8.5 ലക്ഷം ഓൾറെഡി അവരുടെ കയ്യിലുണ്ട്. ഇത്രയൊക്കെ ഉണ്ടായിട്ടും ഇന്ന് വരെ
ഇന്ത്യയിൽ ഈ സാധനത്തിന്റെ ഈ നിയമത്തിന്റെ ഭരണഘടനാ സാധുതയെ ആരും ചോദ്യം ചെയ്തിട്ടില്ല. ഈ അടുത്ത കാലത്താണ് ഡൽഹി ഹൈക്കോടതിയിൽ ഒരു കേസ് വന്നേക്കുന്നത്. അതിൽ വേറൊരു കാര്യം കൂടി ഇല്ലേ സാറേ, ഇങ്ങനെ നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഇതിനെതിരായിട്ട് നമ്മളിപ്പോൾ വഖഫ് ഒരു ഭൂമിക്ക് വേണ്ടി അവകാശം ഉന്നയിച്ചു എന്നിരിക്കട്ടെ, അപ്പോൾ നമുക്ക് അതിനെതിരായിട്ട് അപ്പീൽ പോകാനായിട്ട് ഹൈക്കോർട്ടിലോ സുപ്രീം കോർട്ടിലോ പറ്റാതെ ഇതിൻ്റെ കോടതിയിൽ തന്നെ വഖഫിൻ്റെ കോർട്ടിൽ തന്നെ പോകണം എന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? ഇല്ല, അതൊരു തെറ്റായ ധാരണ ഇപ്പം നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് പലരും ചർച്ച ചെയ്യുന്നുണ്ട്. ഈ ട്രിബ്യൂണലിന്റെ അധികാരം പരമാധികാരമാണ്. അത് ട്രിബ്യൂണലുകൾ അങ്ങനെയാണ്. അത് ആർട്ടിക്കിൾ 323B പ്രകാരമാണ് ഈ വഖഫ് ട്രിബ്യൂണലൊക്കെ വന്നിരിക്കുന്നത്. അങ്ങനത്തെ നമുക്കറിയാലോ, ഇഷ്ടംപോലെ ട്രിബ്യൂണൽ, ടാക്സേഷൻ ട്രിബ്യൂണലുണ്ട്, ലേബർ ട്രിബ്യൂണൽ, അങ്ങനെ ധാരാളം ഉണ്ട്, ട്രിബ്യൂണൽസ് ഉണ്ട്. ഇതെല്ലാം ക്വാസി ജുഡീഷ്യലാണ്. അവരുടെ ഓർഡറുകൾ ഫൈനലായിരിക്കും. ആ ഓർഡറുകളെ ചലഞ്ച് ചെയ്യാൻ സിവിൽ കോടതിക്ക് അധികാരമില്ല. കാരണം ഇത് ക്വാസി ജുഡീഷ്യൽ ആയതുകൊണ്ട് തന്നെ. അതുകൊണ്ട് ഇതിനെ അപ്പീൽ നിൽക്കുന്നത് എവിടെയാണ്? ഹൈക്കോടതിയിലാണ്. ഹൈക്കോടതി ചാൻസ് ഉണ്ട്. ഹൈക്കോടതികൾ ചലഞ്ച് ചെയ്യാം. ഹൈക്കോടതിക്ക് ഭേദഗതി വരുത്താം. ഇനി ഇവരൊരു ഫൈനലായിട്ട് എടുത്തൊരു ജഡ്ജ്മെന്റ് ആരും ചലഞ്ച് ചെയ്തിരുന്നു വിചാരിച്ചു, ആരും ചലഞ്ച് ചെയ്തിട്ടില്ല എങ്കിൽ പോലും ഹൈക്കോടതിക്ക് സുമോട്ടോ ഈ വഖഫ് ട്രിബ്യൂണലിന്റെ ഒരു ഉത്തരവിനെ പരിശോധിക്കാനും ഹൈക്കോടതിക്ക് സ്വമേധയാ പരിശോധിക്കാനും, പരാതി ഇല്ലെങ്കിൽ പോലും പരിശോധിക്കാൻ പോലും പവറുണ്ട്. അത് അങ്ങനെ പറയുന്നതിൽ അത്ര വാസ്തവമുള്ള കാര്യമല്ല. അതൊക്കെ ഒരു പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമായിട്ട് നടത്തപ്പെടുന്ന ഒരു വ്യാഖ്യാനങ്ങൾ മാത്രമേ ഉള്ളൂ. ഹൈക്കോടതിക്ക് അധികാരമുണ്ട്, സുപ്രീം കോടതിക്കും അതിന് മേലെ അപ്പീലിനുള്ള അധികാരമുണ്ട്. പക്ഷെ അതൊന്നും അല്ല അടിസ്ഥാനം. അടിസ്ഥാനപരമായിട്ടൊരു നിയമം നിൽക്കല്ലേ. അതാണ് ഏറ്റവും വലിയ. ഈ ട്രിബ്യൂണല് നോക്കുന്ന എന്താണ്? ഈ നിയമത്തെയാ. ഹൈക്കോടതി നോക്കുന്ന എന്താണ്? ഈ നിയമത്തെയാ. സുപ്രീം കോടതിക്ക് എന്താ? ഈ നിയമത്തെയാ. ആ നിയമത്തിനപ്പുറത്തേക്ക് കടന്നുകൊണ്ട് ഇവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതെല്ലാം നിയമം അങ്ങനെയല്ലേ. ഇപ്പൊ IPC ആണെങ്കിലും CRPC ആണെങ്കിലും നമ്മുടെ സിവിൽ ലോ ആണെങ്കിലും ഒക്കെ നിയമത്തിനപ്പുറത്തേക്കൊന്നും പോകാൻ പറ്റില്ലല്ലോ. ഇപ്പം നമ്മൾ ഈ മുനമ്പത്തെ ഇഷ്യൂയിലേക്ക് വരുമ്പോൾ അത് തിരുവിതാംകൂർ മഹാരാജാവ് പാട്ടത്തിന് കൊടുത്തു. ആ പാട്ടക്കരാറിന് ശരിക്കും ഒരു സാധുത ഇല്ലാത്തതല്ലേ? നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഇന്ത്യൻ ഗവൺമെൻറ്റിലേക്ക് അധികാരം മുഴുവൻ വന്നാൽ ആ പാട്ടക്കരാറ് റദ്ദാക്കപ്പെടുകയോ നിലനിൽക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യണം. അപ്പോൾ അത് ഇവർ സേട്ടുവിന് കൊടുത്തു, സേട്ടുവിൻ്റെ കുടുംബം ഫറൂഖ് കോളേജിന് കൊടുത്തു. ഫറൂഖ് കോളേജ് ഇവർക്ക് തീരാധാരം എഴുതി കൊടുത്തതാണ്. അപ്പോൾ അത് ശരിക്കും വഖഫിന് അവകാശമില്ലാത്ത ഭൂമിയാണ്. അപ്പോൾ ഈ ചർച്ചകൾ തന്നെ ആ നിലയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അടിസ്ഥാനമില്ലാത്തതായിട്ട് മാറുകയല്ലേ? അതായത് നമ്മൾ ഈ മുനമ്പത്തെ പർട്ടിക്കുലർ കേസിൽ പറയുമ്പോൾ ഒത്തിരി ചോദ്യങ്ങൾ നമുക്ക് സമൂഹത്തിന് മുമ്പിലേക്ക് വെക്കാനുണ്ട്. അതായത് പ്രത്യേകിച്ചും ഈ വഖഫ് ട്രിബ്യൂണലിന്റെ, വഖഫ് ബോർഡിന്റെ, ഗവൺമെന്റുകളുടെ പൊതുസമൂഹത്തിന് മുമ്പിലേക്ക്. ഒന്ന്, ഇതിന്റെ ഈ പാട്ടം കൊടുത്തൊരു വസ്തു വഖഫ് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലുമില്ല. രണ്ട്, സ്വാതന്ത്ര്യത്തിന് മുമ്പ് പാട്ടം കൊടുത്തത് പാട്ടക്കാലാവധി കഴിഞ്ഞാൽ അത് സ്വാതന്ത്ര്യം കഴിഞ്ഞിട്ടാണെങ്കിൽ സർക്കാരിലേക്ക് ഓട്ടോമാറ്റിക്കലി പോകും. സർക്കാർ വസ്തുവാണ്. അത് നടന്നിട്ടുണ്ടോ? മൂന്ന്, ഈ പാട്ടം കിട്ടിയ വസ്തു എങ്ങനെയാണ് വഖഫ് ചെയ്തത്? ഇനി വഖഫ് ചെയ്തു എന്ന് പറയപ്പെടുന്ന ഭൂമി എങ്ങനെയാണ് വിൽക്കുന്നത്? വിൽക്കുന്നത് ഈ നമ്മൾ പറഞ്ഞല്ലോ, അൺകണ്ടീഷണൽ ആയിട്ടാണ് കൊടുക്കേണ്ടത്. അല്ലാഹുവിന് സ്വമേധയാ സമർപ്പിക്കണം, സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കണം. അങ്ങനെ ഒരു സമർപ്പണം ഇതിനകത്ത് കണ്ടീഷൻ ഉണ്ട്. അപ്പൊ ഒരിക്കലും ഇത് വഖഫ് പ്രോപ്പർട്ടി ആയി നിലനിൽക്കത്തേയില്ല. അപ്പൊ ഇതിന്റെ ഈ വഖഫ് പ്രോപ്പർട്ടി ആവില്ല എന്നുള്ള കോൺസ്റ്റിറ്റ്യൂഷനാലിറ്റി ഉണ്ട്, സാധുതയുണ്ട്. ആ സാധുതയാണ് ശരിക്കും പറഞ്ഞാൽ ചലഞ്ച് ചെയ്യപ്പെടേണ്ടത്. ഇത് ചലഞ്ച് ചെയ്യപ്പെടേണ്ടത് എവിടെയാ? ഇത് ചലഞ്ച് ചെയ്യപ്പെടേണ്ടത് ഈ നിയമത്തിനെതിരെ സുപ്രീം കോടതിയിലാണ് ചലഞ്ച് ചെയ്യപ്പെടേണ്ടത്. അത് ശരിക്കും ആ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റിയാണ് ചെയ്യേണ്ടത്. കാരണം ഈ പ്രോപ്പർട്ടി അടിസ്ഥാനപരമായിട്ട് വഖഫ് അല്ല. കോടതിയുടെ ഒരു വിധിയുണ്ട് നേരത്തെ, അതിനെ മറന്നുകൊണ്ടാണ് ഇപ്പൊ സ്റ്റേ കിട്ടിയേക്കുന്നത്. ആ സ്റ്റേ പോലും ഇപ്പൊ വ്യാഖ്യാനിക്കുന്നത് എന്താണെന്നറിയും? അതായത് നികുതി എടുക്കണം. ഇവരൊക്കെ നികുതി അടച്ചോണ്ട് വന്നിരുന്നവരാ. 40, 45, 50 വർഷമായിട്ട് ഭൂനികുതിയൊക്കെ അടച്ചോണ്ട് വന്നിരുന്നത്. ആ ഭൂനികുതി അടയ്ക്കുന്നതിനെയാണ് ഈ ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തിരുന്നത്. അത് ഇടയ്ക്ക് നിർത്തലാക്കി പിന്നെ അനുമതി കൊടുത്തു. ഇപ്പൊ അവസാനം അത് സ്റ്റേ ചെയ്തു. ആ സ്റ്റേ ചെയ്തതിനെ വ്യാഖ്യാനിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഈ വഖഫ് സംരക്ഷണ സമിതി എന്ന് പറഞ്ഞ ഒരു കൂട്ടർ വ്യാഖ്യാനിക്കുന്നത് ഹൈക്കോടതിയുടെ പരമോന്നത വിധി വന്നു കഴിഞ്ഞു, ഇത് വഖഫാണെന്ന് പറഞ്ഞു.
അതെന്തൊരു അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യമാണ്. ഇതും കൂടെ കേട്ടപ്പോഴാണ് എല്ലാവരും അങ്ങോട്ട് വയലന്റ് ആവുന്നത്. അതെ അതെ അതെ. ശരിക്കും ഹൈക്കോടതി അങ്ങനെ ഒരു സാധനം പറഞ്ഞിട്ടില്ല. ഹൈക്കോടതി താൽക്കാലികമായിട്ട് ഇതിനകത്ത് കൃത്യത വരുന്നവരെ വാങ്ങണ്ട. അടിസ്ഥാനപരമായിട്ട് ഒറ്റയടിക്ക് നോക്കുമ്പോൾ ഡോക്യുമെന്റിനകത്ത് മോളി വക്കഫ് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഉള്ളിൽ എവിടെയും ഇത് വക്കഫാണെന്ന് പറയുന്നില്ല. അത് മാത്രമല്ല, ഇത് ഇഷ്ടദാനമാണ്. അതെ, അതൊരിക്കലും ഇങ്ങനെ വക്കഫാവുന്നത് വക്കഫാകില്ല, ആകില്ല. അപ്പോൾ പിന്നെ ഇതിൽ അങ്ങനെ വക്കഫായി അനുവദിച്ച് കൊടുത്തതിലുള്ള ഒരു പൊളിറ്റിക്കൽ അജണ്ടയെ സാർ അങ്ങനെ കാണുന്നേ? ഇതൊക്കെ കാലാകാലങ്ങളിൽ ആ ഭരിക്കുന്ന ഞാൻ ഉദ്ദേശിക്കുന്നത് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ഒരു ബേസിൽ എങ്ങനെയാണ് അതിനെ ചിന്തിക്കുന്നത്? ഇതില് ഒരു പരിധി വരെ നമുക്ക് രാഷ്ട്രീയം പറയുകയാണെങ്കിൽ ഈ വഖഫ് നിയമം കേന്ദ്രത്തിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും ഇതിനകത്ത് കോൺഗ്രസിന്റെ ഒരു അജണ്ടയെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. ഇപ്പൊ വി ഡി സതീഷിനെ പോലെ അല്പസ്വല്പം വിവരവും വിദ്യാഭ്യാസം ഉണ്ടെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു നേതാവ് കേരളത്തിലെ ഒരു ബ്ലോക്ക് ലോക്കൽ ലെവലിൽ പോലുള്ള സ്റ്റാൻഡേർഡ് ഇല്ല എന്ന് വ്യക്തമാക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവനകളൊക്കെ പരസ്പര വിരുദ്ധമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കോൺഗ്രസിന് കാലാകാലങ്ങളായിട്ട് ഇസ്ലാമിക വോട്ട് ബാങ്ക് ലക്ഷ്യമുണ്ട്, മുസ്ലിം പ്രീണനം തന്നെ നമുക്ക് തീർച്ചയായിട്ടും അതുണ്ട്. അതിന്റെ ഭാഗമായിട്ട് അവർ നടത്തിയ വളരെ കൃത്യവും വ്യക്തവുമായ കളിയാണ് ഈ നടത്തുന്നത്. പിന്നെ ഇത് ചിലതൊക്കെ ഇടതുപക്ഷത്തിന്റെ കാലത്തും കയറി വന്നിട്ടുണ്ട്. ഇപ്പൊ നിസാർ കമ്മിറ്റിയൊക്കെ അച്യുതാനന്ദന്റെ കാലത്താണ് വന്നത്. അവിടെയും അവർക്കും എന്നും ഏത് കാലഘട്ടത്തിലും അജണ്ടയുണ്ട്. ഇവർക്കെല്ലാം ഭരിക്കുക മാത്രമേ ഉള്ളൂ. ഇപ്പൊ BJP കളിക്കുന്ന രാഷ്ട്രീയം എന്താ വ്യത്യാസം? സെയിം അല്ലേ? ഇവർക്കെല്ലാം നമ്മുടെ വ്യക്തിപരം. ഇപ്പൊ മൂലമൻ ജനതയെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇപ്പൊ BJP അവിടെ കളിക്കുന്നത്. അല്ല, ഇതില് ശരിക്കും പറഞ്ഞ സഭയെ, ലത്തീൻ സഭയെ സംഘപരിവാർ ഇതിൽ കരുവാക്കുന്നുണ്ട് എന്ന് സാറിന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. തീർച്ചയായിട്ടും. എന്താ അങ്ങനെ പറയാനുള്ള കാരണം? അതായത് ലത്തീൻ സഭ എന്നും ഒരു പരിധി വരെ ഇടതുപക്ഷ ചായ്വുള്ളവരാണ്. ഒരു പരിധി ബാക്കിയുള്ള വിഭാഗം കടുത്ത കോൺഗ്രസ്സുകാരോ ഒന്നെങ്കിൽ കടുത്ത ഇടതുപക്ഷക്കാരായിരിക്കും. അവർക്ക് ന്യൂട്രൽ നിലപാടില്ല. അതേസമയം സീറോ മലബാർ, മലങ്കര അങ്ങനെയുള്ള പൗരസ്ത്യ സഭകൾ, ഈസ്റ്റേൺ ചർച്ചസ് പൊതുവെ അവര് ഓരോ കാലഘട്ടത്തിലും നിലപാടുകൾ മാറി മാറി എടുക്കും. ഇവരെ സംബന്ധിച്ചിട്ട് അവരെന്നും ഈ മേഖലയിൽ ഉറച്ചു നിൽക്കുന്നവരാണ്. ആ മേഖലയിൽ ഒരു വിള്ളൽ ഉണ്ടാക്കാതെ ഈ കേരളത്തിൽ BJPക്ക് കാല് കുത്താൻ പറ്റില്ല. അതിന്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് തിരുവനന്തപുരം പാർലമെന്റ് ഇലക്ഷൻ. രാജീവ് ചന്ദ്രശേഖർ തലകുത്തി മറിഞ്ഞിട്ടും ജയിക്കാതെ പോയ കാരണം ഈ ലത്തീൻ സഭയുടെ വോട്ട് ബാങ്ക് സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ആ സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി അവർ നടത്തുന്ന വളരെ ഗൂഢമായ ഒരു നീക്കമാണ് എവിടെ നടക്കുന്നത്? മുനമ്പത്ത് നടക്കുന്നത്. അതിന് കാരണം എന്താന്ന് വെച്ചാൽ ഈ വഖഫ് ആക്ട് എന്ന് പറയപ്പെടുന്നത് ഇത് ഇറ്റ്സ് എ സെൻട്രൽ ആക്ട്. പാർലമെന്റ് പാസ്സാക്കിയ നിയമമാണ്. സംസ്ഥാനങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിന് താഴെ നിന്ന് കേന്ദ്ര സെൻട്രൽ വഖഫ് ബോർഡിന്റെ മാതൃകയിൽ സ്റ്റേറ്റ് വഖഫ് ബോർഡുകൾ ഉണ്ടാക്കി ഒരു വഖഫ് മിനിസ്റ്ററെ വെച്ച് വഖഫ് ട്രിബ്യൂണൽ ഉണ്ടാക്കി ഈ സാധനം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു നോഡൽ ഏജൻസി ആയിട്ട് നിൽക്കാന്നല്ലാതെ അപ്പൊ സംസ്ഥാന സർക്കാരിന് പ്രത്യേകിച്ച് റോൾ എന്താ ഉള്ളത്? ഇല്ല. കേന്ദ്രം പറയാണ് നാളെ ഇത് വേണ്ടെന്ന് പറഞ്ഞ വേണ്ട. ഇവർക്ക് വേറെ ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴും ഇന്ത്യയിൽ ഈ വഖഫ് ആക്ട് നടപ്പിലാക്കാത്ത സംസ്ഥാനങ്ങളുണ്ട്. ആസാമുണ്ട്, അരുണാചലുണ്ട്, മേഘാലയ പോലുള്ള സംസ്ഥാനങ്ങൾ ഇപ്പോഴും വഖഫ് ഇല്ല. ഗോവയിലില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഗോവയിലടക്കം ഇല്ല. വഖഫ് ആക്ട് നടപ്പിലാക്കിയിട്ടില്ല. അത് സംസ്ഥാനങ്ങൾക്ക് ചെയ്യാം. കാരണം ഓരോ സംസ്ഥാനങ്ങളുടെയും അധികാരത്തിന്റെ പരിധി വരുന്നതാണത്. പക്ഷെ കേന്ദ്രം വിചാരിക്കുകയാണ് ഈ നിയമം ഭരണഘടനാ വിരുദ്ധമാണ്. ഇത് ഇന്ത്യയിലെ ഈ പറയുന്ന ജനങ്ങൾക്കെല്ലാം ഭീഷണിയാണ്. ഇപ്പോൾ തന്നെ 8.5 ലക്ഷത്തിലധികം ഭൂമികൾ, 9 ലക്ഷത്തിനടുത്ത് ഭൂമികൾ, പ്രോപ്പർട്ടികൾ പോയി. ഇനി 1 ഇഞ്ച് ഭൂമി പോകാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. ഈ നോട്ട് നിരോധനം കൊണ്ടുവന്നതുപോലെ കാശ്മീർ വിഷയത്തിൽ പാർലമെന്റിൽ അവതരിപ്പിച്ച് 2 ലൈൻ ഒരു വാചകം പറഞ്ഞുകൊണ്ട് അമിത്ഷാ നിരോധിക്കാൻ പറ്റിയതുപോലെ 2 ലൈൻ മതി. വഖഫ് നിയമം കരിനിയമമാണ്. അത് ഇന്ത്യൻ ഭരണഘടന എല്ലാ രീതിയിലും ഗണിക്കുന്നതാണ്. ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രോപ്പർട്ടികളുടെ മേലെ അവകാശത്തെയും ജീവിക്കാനുള്ള അവകാശത്തെയും ഹരിക്കുന്നതായതുകൊണ്ട് പിൻവലിക്കുന്നു എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ആ നിയമം ഒറ്റയടിക്ക് തീരും. കാരണം ഇപ്പോഴും അവർക്ക് മെജോറിറ്റി ഉണ്ടല്ലോ. ഒരു സീറ്റ് ഒരാൾ കൂടിയാൽ അവർക്ക് കിട്ടൂല്ലോ. അത് ചെയ്ത് തീർക്കാവുന്ന ഒരു വിഷയം ഇവിടെ ഇട്ട്, അതായത് ഗുജറാത്തില് അവരുടെ ദ്വാരക
രണ്ടു ദ്വീപ് പോയിട്ട് വിഷമമില്ല. ഡൽഹി കേന്ദ്ര ക്യാപിറ്റലിൽ ഇഷ്ടംപോലെ ഭൂമികൾ പോയിട്ട് പ്രശ്നമില്ല. അല്ല, ഞാൻ ചിന്തിച്ചു ഇതൊന്നും ചർച്ചയായതേ ഇല്ല കാര്യമായി. അവർക്ക് പ്രശ്നമല്ല. ഇല്ല. ബാംഗ്ലൂര് കോർപ്പറേഷൻ ഭൂമി, സൂറത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ ബിൽഡിങ്, ഇതൊക്കെ പോയിട്ട് ഇവർക്ക് ഒരു പ്രശ്നമില്ലാത്തടത്ത് കേരളത്തിൽ മാത്രം വന്ന് കർണാടകത്തിൽ ഏക്കർ കണക്കിന് ഭൂമിയുടെ മേലെ പ്രശ്നം. ഇതേ ഇഷ്യൂ എവിടെയുണ്ട്? തളിപ്പറമ്പ് കടന്ന് കളിക്കുക. തളിപ്പറമ്പ് സിറ്റി മുഴുവൻ വഖഫാന്നാ പറഞ്ഞത്. ഇതൊന്നും ഒരു പ്രശ്നമല്ലാതെ ലത്തീൻ സഭയുടെ കോട്ടയിൽ വന്ന് അവിടെ വന്ന് കളിക്കുന്നത് തീർച്ചയായിട്ടും ഇത് പ്രശ്നം സൊല്യൂഷൻ കണ്ടെത്താനല്ല, ഇത് പൊളിറ്റിക്കൽ ഒരു റിസൾട്ട് ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ മാത്രമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പൊ ഇതിലൊരു സംഘപരിവാർ അജണ്ട കൃത്യമായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് ഇതുവരെ ചർച്ച ചെയ്ത ആരും ഈ കാര്യം ഇത് പറയുന്നില്ല, നമ്മളാണ് ഇത് പറയുന്നത്. തീർച്ചയായിട്ടും ഉണ്ട്. അതിന്റെ പേരിൽ കല്ലെറിയപ്പെടുമായിരിക്കും, നാളെ അതിന്റെ പേരിൽ വേറെ എന്ത് സംഭവിക്കുകയായിരിക്കും. പക്ഷെ ഒരു കാര്യം ഉറപ്പ്, ഇത് പഠിച്ചു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ടുണ്ട്. കാരണം ഇതിന്റെ പുറകിൽ വേറെ ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മൾ പഠിച്ചു കഴിഞ്ഞ് നോക്കിയോ, ഓരോ കാര്യങ്ങളും പഠിച്ചു. ഇപ്പൊ കേന്ദ്രത്തിന് ഇത് വളരെ സിമ്പിളായിട്ട് പിൻവലിക്കാം, വളരെ സിമ്പിളായിട്ട്. അപ്പോൾ അതിനുള്ളൊരു ചങ്കൂറ്റം അവർ കാണിച്ചാൽ തീരാവുന്ന പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. ഇനി ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. ചിലപ്പോൾ അത് അങ്ങയുടെ രാഷ്ട്രീയമൊന്നും എനിക്കറിയത്തില്ല, അങ്ങേക്കും ചിലപ്പോൾ ഇഷ്ടപ്പെടുകയായിരിക്കും, എങ്കിലും ഞാൻ പറയാം. ഇത് 95-ലെ ഈ നിയമനിർമ്മാണം വന്നു, 2013 അമെൻമെന്റ്. ഇത് രണ്ടുമാണ് ഏറ്റവും കൂടുതൽ ഈ വഖഫിൽ ഏറ്റവും അസ്വസ്ഥത ഉണ്ടാക്കുന്ന രണ്ട് നിയമങ്ങൾ. അത് പൂർണ്ണമായിട്ട് അതിന്റെ പിതൃത്വം കോൺഗ്രസിനാണ്. അതിന്റെ ഈ ജനത്തെ മുഴുവൻ, ഇന്ത്യയിലെ ജനങ്ങളെ കണ്ണീര് കുടിപ്പിക്കുന്നതിന്റെ അവർക്കുള്ള പങ്ക് ഒരു കളയാനേ പറ്റില്ല. അതിനകത്ത് പറയുന്ന ഇസ്ലാമിക രാജ്യങ്ങളുടെ കോടാനുകോടി ഫണ്ട് ഇവർക്കുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും. ഇസ്ലാമിക രാജ്യങ്ങളുടെ ഫണ്ട് ഉണ്ട് എന്നുള്ളത് നമുക്ക് ആ നിലയിൽ പ്രൂവ് ചെയ്ത് പറയാൻ പറ്റുമോ? തെളിവില്ല, പക്ഷെ നമുക്ക് ഉറപ്പാണ് അത്. അല്ലെങ്കിൽ ഒരിക്കലും ഇവർ കളിക്കാൻ നിൽക്കില്ല, കാരണം അതുപോലെ സപ്പോർട്ടുണ്ട്. ഇനി ഈ 95-ലെ നിയമം പാസ്സാകുമ്പോൾ പ്രധാനമന്ത്രി ആയിരിക്കുന്നത് ശ്രീ PV നരസിംഹറാവു. നരസിംഹറാവു സർക്കാരിന്റെ കാലത്തിലാണ് 95 നിയമം വരുന്നത്. അന്നത്തെ പ്രതിപക്ഷ നേതാവ് ആരെന്നറിയോ? ആരാണ്? ആദ്യത്തെ 2 വർഷം അദ്വാനിയായിരുന്നു, ലാൽകൃഷ്ണ അദ്വാനി, RSSന്റെ തീപ്പൊരി. പിന്നത്തെ 3 വർഷം, ഈ നിയമം പാസ്സാകുന്ന വർഷം AB വാജ്പേയി, അന്നത്തെ പ്രതിപക്ഷ നേതാവ്. ആ ലോകസഭ 10ാം ലോകസഭ, അതിനകത്തെ കക്ഷിനില ഞാൻ പറയട്ടെ, കോൺഗ്രസ് 252, BJP 121. ഈ 121 അംഗങ്ങളുണ്ടായിരുന്ന BJP അന്ന് കൈപൊക്കി അതിനെ അനുകൂലിക്കുകയത്, എതിർത്തിട്ടില്ല. 121 അംഗങ്ങളുണ്ടായിരുന്നു BJP, അതിനെ എതിർത്തിട്ടില്ല, അനുകൂലിക്കുകയാണ് ചെയ്തത്. അന്ന് അത്രയും പ്രശ്നം അവർക്ക് വേണേ ഉണ്ടാക്കാം. അന്ന് അവര് കത്തിക്കേറി വരുന്ന സമയമാണ്. ഏതാ? രാമക്ഷേത്ര വിഷയമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. ഈ വിഷയങ്ങളൊന്നും അവർ ഉയർത്തിയിട്ടേ ഇല്ല, പറഞ്ഞിട്ടേ ഇല്ല. ഇനി 15ാം ലോക്സഭ, അതാണ് 2013. 10ാം ലോക്സഭയിലാണ് ആദ്യത്തെ ആക്ട് വരുന്നത്. 15ാം ലോക്സഭ 2009 to 2014 ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് 2013 ഈ അമെൻമെന്റ് കൊണ്ടുവരുന്നത്. അന്ന് പ്രൈം മിനിസ്റ്റർ മൻമോഹൻ സിംഗ്, അന്നത്തെ പ്രതിപക്ഷ നേതാവ് സുഷമ സ്വരാജ, തീപ്പൊരി. അന്ന് ലോക്സഭയിലെ കക്ഷിനില എത്രയാണെന്നറിയോ? UP 262, UPA 262, NDA 167. കഷ്ടി 90 സീറ്റിന്റെ വ്യത്യാസം. ബാക്കി എല്ലാം കൂടെ വച്ചുകൂട്ടി അറിയാലോ, സർക്കാരിനെ അറിയാലോ, എല്ലാം കൂടെ ഏച്ചു പിടിപ്പിച്ച് നടത്തിയ ഒരു ഭരണം. അന്ന് ഈ അമെൻമെന്റ് നടത്തുമ്പോൾ BJPക്ക് മാത്രം 117 അംഗങ്ങളുണ്ട്. 167-ൽ 117 അംഗങ്ങൾ BJPക്ക് മാത്രമുണ്ട്. കോൺഗ്രസിന് 206 അംഗങ്ങളേ ഉള്ളൂ. കോൺഗ്രസിന് എന്നിട്ട് അന്നും നിശബ്ദമായിട്ടിരുന്നു. ഇത് ഞാൻ പറയുമ്പോൾ പലർക്കും അസ്വസ്ഥ ഉണ്ടാവും. ഇനി 16ാം ലോക്സഭ 2014, ഇത് അവിടെ നിൽക്കട്ടെ, ഞങ്ങൾക്ക് ഭൂരിപക്ഷം ഇല്ലായിരുന്നു പറഞ്ഞോട്ടെ. ഇനി 16ാം ലോക്സഭ, മോഡി അധികാരത്തിലേക്ക് വരുന്നു, ഒപ്പോസിഷൻ ലീഡർ ഇല്ല, പ്രതിപക്ഷ നേതാവില്ല. 2014 to 19 വരെയുള്ള കാലഘട്ടം. അവിടെ ലോക്സഭയിലെ കക്ഷിനില എങ്ങനെയാണെന്നറിയോ? NDA 353, UPA 78, ഇന്റർനാഷണൽ കോൺഗ്രസ് 44 സീറ്റേ ഉള്ളൂ. മൃഗീയ ഭൂരിപക്ഷം, മിണ്ടിയില്ല. ഇനി 17ാം ലോക്സഭ, മോഡി അധികാരത്തില്, നോ ഓപ്പോസിഷൻ ലീഡർ. അവിടുത്തെ കക്ഷിനില BJP 303, ഇന്റർനാഷണൽ കോൺഗ്രസ് 52. എന്നിട്ടും മിണ്ടിയില്ല. ഇപ്പൊ 18ാമത്തെ ലോക്സഭ, ഇപ്പോഴും BJP 240, ഇന്റർനാഷണൽ കോൺഗ്രസ് 98. 240, 98 നിൽക്കുക. ഇപ്പോഴും സാധ്യത ഉണ്ടായിട്ടും നിയമനിർമ്മാണത്തിലേക്ക് പോകാതെ, ആ നിയമത്തെ വലിച്ചു പറിച്ച് കളയാതെ
ഇവിടെ ഇതിട്ട് കത്തിക്കുന്നതിന് പുറകിൽ രാഷ്ട്രീയമല്ലാതെ വേറെ എന്താ? ഈ പാവപ്പെട്ട ജനത്തിന്റെ കണ്ണീരോ അവരുടെ വേദനയാണോ? അല്ല, കൃത്യമായിട്ടൊരു പൊളിറ്റിക്കൽ അജണ്ട ഉണ്ടെന്നുള്ളതാണ്. 100% അജണ്ടയുണ്ട്. അപ്പൊ അതിന് സഭയും കരുവാക്കുന്നു. ഈ ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന് വേറൊരു കാര്യമുണ്ട് സിജോ. അത് കാര്യം എന്താന്ന് ചോദിച്ചാല് സഭയെന്നും അജഗണങ്ങളോടൊപ്പമാണ്. അത് അജഗണം വേദനിച്ചു കഴിഞ്ഞാൽ അവരുടെ കൂടെ സഭ നിൽക്കും. അപ്പൊ ആ ഭാഗത്തെ ജനത്തിന്റെ കണ്ണുനീരാണ്. അങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ ഈ അജണ്ട സഭ തിരിച്ചറിയുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ്. അതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. കാരണം സഭയെ സംബന്ധിച്ചിട്ട് ഞാൻ കാണുന്നു അവർ നിഷ്പക്ഷമായിട്ട് നിഷ്കളങ്കമായിട്ട് ഈ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യപ്പെടണം അറ്റ് എനി കോസ്റ്റ്. അത് ഏത് രീതിയായി ജനങ്ങൾക്ക് നീതി കിട്ടണം എന്നൊരു ചിന്തയുണ്ട്. അപ്പൊ തന്നെ അതിന്റെ പിറകിലുള്ള പൊളിറ്റിക്കൽ അജണ്ട മറന്നുകൊണ്ട് പലരും സംസാരിക്കുന്നു എന്നൊരു തോന്നൽ എനിക്ക് തോന്നുന്നു. അതിലേക്ക് തിരിഞ്ഞു നോക്കാതെ ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന BJP നേതൃത്വം കൊടുക്കുന്ന NDA സർക്കാർ, ആ NDA സർക്കാരിനോട് ചേർന്ന് നിന്ന് ഒരു ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ ഒന്നിച്ചു നിന്ന് വിജയിക്കാൻ പറ്റുമെന്നൊരു ചിന്തയായിരിക്കാം ചിലപ്പോൾ ഇവരെ കൊണ്ട് ഇത് ചെയ്യുന്നത്. ഇസ്ലാമിക തീവ്രവാദത്തെ നമ്മൾ എതിർത്തുകൊണ്ടിരിക്കണം, അത് സത്യമാണ്. അങ്ങനെ എതിർക്കുമ്പോൾ തന്നെ അപ്പുറത്തുള്ള സംഘപരിവാറിന്റെ ആശയങ്ങളെ നമ്മൾ കാണുന്നില്ല. അങ്ങനെ കാണാതെ പോയാൽ അത് വലിയൊരു പ്രശ്നമാണ്. ഇപ്പൊ നമ്മൾ ഈ പാട്ടക്കരാറിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോ ഇത് നമ്മൾ ഈ നാട്ടുരാജാക്കന്മാരുടെ കാലത്ത് പലർക്കും പാട്ടക്കരാർ എഴുതി കൃഷിക്ക് വേണ്ടിയൊക്കെ കൊടുത്തിട്ടുള്ള ഭൂമിയാണ് പലതും. നാളെ ഇങ്ങനെ ഈ മുനമ്പത്ത് ഇങ്ങനെ ഒരു പരിപാടി നടക്കുമ്പോൾ നാളെ പ്രധാനപ്പെട്ട ക്രൈസ്തവരുടെ ഭൂമിക്കൊക്കെ നേരെ ഇവര് അവകാശം ഉന്നയിച്ചാൽ എന്ത് ചെയ്യും? സിജിത പറഞ്ഞാൽ എത്ര പേര് അംഗീകരിക്കും? എത്ര പേര് ഇത് അംഗീകരിക്കും? ഇതാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ഭീഷണി. അതുകൊണ്ടാണ് പരസ്യമായിട്ടാണെ പോലും പല കാര്യങ്ങളും എന്നോട് പലരും ചോദിച്ചു, എന്താ മുനമ്പത്ത് പോയിട്ട് അവരുടെ കൂടെ നിന്ന് ഒരു പ്രസംഗം. ഞാൻ പറഞ്ഞു, എനിക്ക് ആ ജനത്തെ വഞ്ചിക്കാൻ മേല. ക്ഷേത്ര സംരക്ഷണ സമിതി എന്ന് പറഞ്ഞു, അതോടൊപ്പം തന്നെ ദേവസ്വങ്ങളുടെ ഭൂമി തിരിച്ചു പിടിക്കണമെന്നും പറഞ്ഞ്, രാജഭൂമികൾ തിരിച്ചു പിടിക്കണമെന്ന് പറഞ്ഞ്, പ്രത്യേകിച്ചും തൃശ്ശൂരുള്ള കൃഷ്ണരാജ് വക്കീലിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഹൈന്ദവ സമൂഹം, പ്രത്യേകിച്ചും നമ്മുടെ ക്ഷേത്ര സംരക്ഷണ സമിതിയും വിശ്വഹിന്ദു പരിഷത്തും നേതൃത്വം കൊടുക്കുന്ന കൂട്ടായ്മ ഒന്നിച്ച് നിന്ന് സംഘടിതമായിട്ട് കേരളത്തിൽ മുഴുവൻ കേസുകൾ, ഇന്ത്യ മുഴുവൻ കേസുകൾ നടത്തുന്നത് എന്തിന്റെ പേരില? ഇതിപ്പോ പൂവരണി, കോട്ടയം ജില്ലയിലെ പാലായിക്കടുത്ത് പൂവരണയിൽ കഴിഞ്ഞ ദിവസം 303 ഏക്കർ സ്ഥലമാണ് തിരിച്ചു പിടിച്ചത്. 303. അത് പത്രങ്ങളിലൊക്കെ വന്നു. അതൊന്നും ആർക്കും വിഷയമല്ല. ഈ ഒരു ഭീഷണി ഇവിടെയുണ്ട്. അപ്പൊ ഇത് നമ്മളെ കൊണ്ട് തന്നെ സമരം ചെയ്യിപ്പിച്ച്, നമ്മളെ കൊണ്ട് തന്നെ ചില കാര്യങ്ങളൊക്കെ നടത്തിച്ച് അവസാനം നമ്മളെ കൊണ്ട് തന്നെ നമ്മളെ കുടിയിറക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കുന്നതിനപ്പുറത്ത് സാമാന്യ ജനത്തിന് നീതി കിട്ടണമെങ്കിൽ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഈ നിയമം അസാധുവാക്കുക, 2 കോടതിയിൽ ഫൈറ്റ് ചെയ്യുക. ഇതിലൂടെ മാത്രമേ നടത്തുള്ളൂ. അല്ലാതെ ഈ പൊളിറ്റിക്കൽ പാർട്ടികളുടെ കാല് പിടിച്ചു പോകുന്ന ഒരു പൊളിറ്റിക്കൽ അവർക്ക് ഗെയിൻ ഉണ്ടാക്കാന്നല്ലാതെ നമുക്കൊരിക്കലും ഒരു നേട്ടം ഉണ്ടാവില്ലെന്നാണ് സിജോ എൻ്റെ ഒരു പക്ഷം. അത് കൃത്യമായ ഉത്തരമാണ്.